നമസ്കാരം. ഇറാന്റെ യുദ്ധക്കപ്പലുകൾ അമേരിക്കയിൽ. ഇറാനിൽ കാലുകുത്തിയാൽ ട്രംപിന്റെ തലവെട്ട്. ഇറാനിൽ കാലുകുത്തിയാൽ ഒരു മടക്കം ഇനി ഉണ്ടാവില്ല ട്രംപിന്. കാത്തിരിക്കുന്നത് നരകതുല്യമായിട്ടുള്ള യാത്രയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്നാണ് ഇറാൻ. 90 ദശലക്ഷം ജനങ്ങൾ അണിനിരത്തി ഇറാന്റെ യുദ്ധപ്രഖ്യാപനമാണത്. അമേരിക്കയ്ക്ക് ചരമീതം കുറിക്കപ്പെടുകയാണോ എന്ന ചോദ്യം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരേ സ്വരത്തിൽ ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളും വിശകലനങ്ങളുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ അന്ത്യയാത്രയിൽ അമേരിക്ക കാണിച്ച മൂന്നാംകിട നാടകങ്ങൾക്കും ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായിട്ടുള്ള പരിഹാസങ്ങൾക്കുമുള്ള കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് അമേരിക്കയുടെ 85 തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളും പ്രതിരോധ കേന്ദ്രങ്ങളും തകർത്തുകൊണ്ട് ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയെയും നിലവിലെ ഭരണകൂടത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും വരും വരായികളെ കുറിച്ച് ഓർത്ത് ആശങ്കയോടെയും വിറയലോടുമോടുകയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ നടത്തിയ കടുത്ത ഭാഷയിലുള്ള പ്രസ്താവനകൾ അത് പശ്ചിമേഷ്യയെ പുതിയൊരു ഭൗമരാഷ്ട്രീയ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും കടുത്ത പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ഭീഷണികളും സൈനിക നീക്കങ്ങളും വിരോധങ്ങളും ഇറാനെ പിന്തിരിപ്പിക്കില്ല എന്നും മറിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിരോധ നിലപാടുകളിലേക്കാണ് രാജ്യം നീങ്ങുന്നത് എന്നും അവർ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ് എന്നാണ് ഇവർ വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ തീരങ്ങളിൽ വിദേശ സൈനികർ ഇറങ്ങുമെന്ന് കരുതുന്നവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇറാനിയൻ സൈനിക നേതൃത്വം പറയുന്നത്. ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആയിട്ടുള്ള റിയർ അഡ്മിറൽ ഹബീബുള്ള സയാരി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ നടത്തിയ പ്രസ്താവനയിലാണ് ഈ മുന്നറിയിപ്പ് ഉയർത്തുന്നത്. അപ്പോൾ ഇറാന്റെ തീരങ്ങളിൽ ശത്രുസേനയെ ഇറക്കുവാനുള്ള ഏതൊരു ശ്രമവും അധിനിവേശ സേനയ്ക്ക് നരകത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നും അത്തരം നീക്കത്തിന് മുതിരുന്നവർക്ക് തിരിച്ചു പോകുവാനുള്ള വഴി പോലും കണ്ടെത്താനാവില്ല എന്ന് കൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ ശക്തി വെറും സൈന്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും രാജ്യത്തിന്റെ മുഴുവൻ ജനതയും ദേശീയ സുരക്ഷയുടെ ഭാഗമാണ് എന്നും സയാരി ചൂണ്ടിക്കാട്ടുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സൈന്യം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ആഭ്യന്തര സുരക്ഷാ സേന, പിന്നെ ബസീജ് സന്നദ്ധ സേന, സാധാരണ ജനങ്ങൾ എന്നിവരടങ്ങുന്ന ഒരു വലിയ പ്രതിരോധ ശൃംഖലയാണ് ഇറാനെ സംരക്ഷിക്കുന്നത് എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇറാന്റെ തീരങ്ങളിൽ സൈന്യം ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ശത്രുക്കൾ തയ്യാറാകില്ല എന്നുള്ളതാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇറാന്റെ മണ്ണ് രാജ്യത്തെ 90 ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ ചുവന്ന വരയാണ് എന്നും അദ്ദേഹം അത് പറയുകയാണ്. മാത്രമല്ല ഇറാനിയൻ ഭൂമിയിൽ വിദേശ സൈന്യം കാലുകുത്തുന്നത് ഒരിക്കലും അനുവദിക്കില്ല എന്നും അതിനായിട്ട് രാജ്യം ഏതറ്റം വരെയും പോകുമെന്നും സയാരി വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കും ഒപ്പം തന്നെ ഈ മാക്രാൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുവാനുള്ള അമേരിക്കൻ പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ വാദം വ്യത്യസ്തമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിനും നേരെയുണ്ടാകുന്ന ഭീഷണികളെ ചെറുക്കുകയാണ് തങ്ങളുടെ നടപടികളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് അമേരിക്ക പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏത് അസ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്കയാണ് അമേരിക്ക ഉയർത്തുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല സാമൂഹിക മാധ്യമമായിട്ടുള്ള എക്സിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിൽ മേഖലയിൽ നിലനിന്നിരുന്ന ധാരണകളും വെടിനിർത്തൽ ചട്ടക്കൂടുകളും ഒക്കെ അമേരിക്ക തുടർച്ചയായിട്ട് ലംഘിക്കുകയാണ് എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. തെക്കൻ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, കൂടുതൽ സൈനിക നടപടികളുടെ ഭീഷണി, സാമ്പത്തിക ഉപരോധങ്ങളുടെ പുനഃസ്ഥാപനം, സമുദ്ര പ്രവർത്തനങ്ങളിൽ അമേരിക്കൻ ഇടപെടൽ എന്നിവയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഗാലിബാഫിന്റെ സന്ദേശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അദ്ദേഹത്തിന്റെ അവസാന മുന്നറിയിപ്പായിരുന്നു. ഭീഷണിപ്പെടുത്തലിന്റെയും പിടിച്ചുപറിയുടെയും യുഗം അവസാനിച്ചു കഴിഞ്ഞുവെന്നും അതിനി എങ്ങും എത്തില്ല എന്നും ഞങ്ങൾ അതിന് വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ നിലവിലെ രാഷ്ട്രീയ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ആണ് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ മുട്ടിക്കുത്തിക്കാമെന്ന കണക്കുകൂട്ടൽ തെറ്റാണ് എന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം, പ്രതിരോധ നീക്കങ്ങളും ശക്തിപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ, നാവികസേനയുടെ പ്രവർത്തനങ്ങൾ, വിമാനവാഹിനി കപ്പലുകളുടെ സഞ്ചാരം എന്നിവയെല്ലാം മേഖലയിലെ സംഘർഷ സാധ്യതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്. മറുവശത്ത് ഇറാനും തങ്ങളുടെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതികവിദ്യയും സമുദ്ര പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് വെറുമൊരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ എണ്ണവില, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഗൾഫ് മേഖലയിലെ സുരക്ഷ, യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ, ഏഷ്യൻ ഊർജ്ജ വിപണി എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ അതിന്റെ ആഘാതം ലോകമെമ്പാടുമുള്ള വിപണികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിഫലിക്കും.
അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം വെറും ഇറാൻ അമേരിക്കയെ നേരിടുമോ എന്നതല്ല. പശ്ചിമേഷ്യയിൽ രൂപം കൊള്ളുന്ന പുതിയ ശക്തി സമവാക്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എങ്കിലും യുദ്ധവിമാനങ്ങളും മിസൈലുകളും സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷം നയതന്ത്രത്തിന്റെ ശബ്ദം പലപ്പോഴും പിന്നിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം മാത്രമാണ് വ്യക്തമാണ്, പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഹോർമുസിന്റെ തിരമാലകളിലൂടെ ഒഴുകുന്നത് ഇനി വെറും എണ്ണക്കപ്പലുകൾ മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ ഈ സംഘർഷത്തിന്റെ ദിശ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി വരെ നിർണ്ണയിച്ചേക്കും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാതിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യുദ്ധം അവസാനിച്ചിട്ടില്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ. വീണ്ടും ഇറാന്റെ യുദ്ധക്കപ്പലുകൾ അടക്കം അമേരിക്കയെ ലക്ഷ്യമിട്ട് കുതിക്കുമ്പോൾ ഇറാന്റെ മണ്ണിലേക്ക് കാലുകുത്തിയാൽ ട്രംപിന്റെ തലവെട്ടുമെന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിജ്ഞ അത് നിറവേറ്റുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇറാൻ നടന്നെടുക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.